ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 7283 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗമുക്തി നേടിയത് 6767 പേർ. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 87.56%. മരണനിരക്ക് 1.52%. സ്വർണ്ണക്കടത്തു കേസിൽ മുഖ്യമന്ത്രി നിലപാട് മാറ്റുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ജോസ് കെ മാണിയുടെ ഇടതുമുന്നണി പ്രവേശനത്തെ സ്വാഗതം ചെയ്ത് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. ഐപിഎല്ലിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 7283 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6767 പേർ രോഗമുക്തി നേടി. 5731 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 1158 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 24 മരണം ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. 250 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചിട്ടുണ്ട്. മലപ്പുറം 1025, കോഴിക്കോട് 970, തൃശൂർ 809, പാലക്കാട് 648, എറണാകുളം 606, തിരുവനന്തപുരം 595, ആലപ്പുഴ 563, കോട്ടയം 432, കൊല്ലം 418, കണ്ണൂർ 405, പത്തനംതിട്ട 296, കാസർഗോഡ് 234, വയനാട് 158, ഇടുക്കി 124 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കോവിഡ് കണക്ക്. നിലവിൽ 95,008 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 2,28,000-ലധികം പേർ ഇതിനകം രോഗമുക്തി നേടി. രാജ്യത്ത് കോവിഡ് മുക്തരായവരുടെ എണ്ണം 64,53,000 കടന്നു. 87.56% നിലവിലെ രോഗമുക്തി നിരക്ക്. മരണനിരക്ക് 1.52% കുറഞ്ഞു. 1,12,000-ലധികം പേരാണ് ഇതുവരെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത്. 8 ലക്ഷത്തിലധികം പേർ നിലവിൽ രാജ്യത്ത് കോവിഡ് ചികിത്സയിലുണ്ട്. മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ രോഗബാധിതരുടെ എണ്ണത്തിലെ പ്രതിദിന വർധന തുടരുകയാണ്. ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 4 കോടിയിലേക്ക് അടുക്കുന്നു. 3 കോടിയോളം പേർ ഇതുവരെ രോഗമുക്തി നേടി. ലോകത്താകമാനം 11 ലക്ഷത്തിലധികം പേർക്കാണ് കോവിഡ് മൂലം ജീവൻ നഷ്ടമായത്. അമേരിക്ക, മെക്സിക്കോ, റഷ്യ, ബെൽജിയം തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ രോഗികളുടെ എണ്ണം പെരുകുകയാണ്. 26 ലക്ഷത്തിലധികം പേരാണ് അമേരിക്കയിൽ നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളത്. സ്വർണ്ണക്കടത്തു കേസ് ദേശീയ തലത്തിൽ വിഷയമാക്കി ബിജെപി രംഗത്ത്. കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ട് ബന്ധമുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ആരോപിച്ചു. മുഖ്യമന്ത്രി ഓരോ തവണയും നിലപാട് മാറ്റുകയാണെന്നും സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം തെളിവ് നശിപ്പിക്കാനാണെന്നും ശ്രീ മുരളീധരൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബിജെപി ആസ്ഥാനത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. The Kerala Chief Minister wrote a letter to the Prime Minister asking that any central agency may investigate about it. But now, when the investigation went ahead, the government of Kerala and the party which leads the government, they started finding fault with the agency. Protocol department had a fire, including the Chief Minister said that it was a short circuit. But now we have the report of the forensic department. It was not caused due to short circuit. This indicates that there was a deliberate effort on the part of somebody to destroy the evidence. ജോസ് കെ മാണിയുടെ ഇടതുമുന്നണി പ്രവേശനത്തെ സ്വാഗതം ചെയ്ത് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ജോസ് കെ മാണിയുടെ തീരുമാനം യുഡിഎഫിന്റെ അടിത്തറ തകർക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇടത് സർക്കാരിനെ പുറത്താക്കാൻ യുഡിഎഫ് നടത്തുന്ന അപ്രഖ്യാപിത സമരങ്ങളുടെ സാഹചര്യത്തിലാണ് ഇടതുമുന്നണിയുമായി സഹകരിക്കാൻ ജോസ് കെ മാണിയും കൂട്ടരും തീരുമാനമെടുത്തത്. ജോസ് കെ മാണിയുടെ നിലപാട് എൽഡിഎഫിന്റെ ബഹുജന അടിത്തറ വിപുലീകരിക്കുമെന്നും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഇടതുമുന്നണി പ്രവേശനത്തിൽ തർക്കങ്ങളില്ലെന്നും ഭാവി പരിപാടികൾ മുന്നണിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ജോസ് കെ മാണി. തിരുവനന്തപുരത്ത് MN സ്മാരകത്തിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു ശേഷമാണ് പ്രതികരണം. കേന്ദ്ര സർക്കാരിന്റെ പുതിയ കാർഷിക ബിൽ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർഷികത്തിന്റെ ഭാഗമായി 75 രൂപയുടെ സ്മാരക നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കി. അടുത്തിടെ വികസിപ്പിച്ച 8 വിളകളുടെ 17 ജൈവ സമ്പുഷ്ടീകൃത ഇനങ്ങൾ ചടങ്ങിൽ പ്രധാനമന്ത്രി രാജ്യത്തിനായി സമർപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്.
കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ബന്ധപ്പെടാം. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. ദർശനം കോവിഡ് മാനദണ്ഡം പാലിച്ചു മാത്രം. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന ആദ്യത്തെ 250 പേർക്കാണ് തുലാമാസ പൂജയ്ക്ക് ദർശനം ലഭിക്കുക. 48 മണിക്കൂർ മുൻപ് ലഭിച്ച കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ദർശനത്തിനായി എത്തുന്ന തീർത്ഥാടകർ നിർബന്ധമായും കരുതണം. പമ്പ ത്രിവേണിയിൽ തീർത്ഥാടകർക്ക് സ്നാനത്തിന് അനുമതിയില്ല. പകരം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നടപ്പന്തൽ മുതൽ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് ദർശനത്തിനുള്ള സൌകര്യം ഒരുക്കും. അപ്പം അരവണ കൌണ്ടറുകൾ പ്രവർത്തിക്കും. തീർത്ഥാടകർക്കുള്ള താമസ സൌകര്യം ഉണ്ടായിരിക്കില്ല. കൊല്ലം പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലെ വെടിക്കെട്ട് അപകടം സംബന്ധിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ 59 പേർക്കെതിരെയാണ് കുറ്റപത്രം. ക്രൈംബ്രാഞ്ച് ഐജി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പരവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 2016 നടന്ന അപകടത്തിൽ 110 പേരാണ് മരണമടഞ്ഞത്. വിമാനത്താവളത്തിനായി ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി നടപടി. ഏറ്റെടുക്കലിനെതിരെ കൈവശക്കാരായ അയന ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. എന്നാൽ മിച്ചഭൂമി ഏറ്റെടുക്കൽ ചട്ടത്തിന്റെ നടപടിക്രമങ്ങൾ പാലിച്ച് ഭൂമി ഏറ്റെടുക്കാൻ തടസ്സമില്ലെന്ന് കോടതി പറഞ്ഞു. പള്ളിത്തർക്ക കേസിൽ മുളന്തുരുത്തി മാർത്തോമ പള്ളിയുടെ താക്കോൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. കോടതി ഉത്തരവനുസരിച്ച് ജില്ലാ ഭരണകൂടം ഓഗസ്റ്റ് 17-ന് പള്ളി ഏറ്റെടുത്തിരുന്നു. അരുവിക്കുഴിയെ ഇടുക്കിയിലെ മനോഹരമായ ടൂറിസം കേന്ദ്രമാക്കി ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ തയ്യാറാക്കിയ റിപ്പോർട്ട്. വിനോദസഞ്ചാര വകുപ്പ് ചക്കുവള്ളം ടൂറിസം സർക്യൂട്ടിൽ ഉൾപ്പെടുത്തി നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തീകരിക്കും. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അരുവിക്കുഴി ടൂറിസം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഹൌസിംഗ് ബോർഡാണ് നിർമ്മാണ ജോലികൾ നടത്തുന്നത്. ഇതുവഴി ഒഴുകുന്ന തോടിനു കുറുകെ ചെക്കിടാൻ നിർമ്മിച്ച് പെഡൽ ബോട്ട് യാത്ര കൂടി ഏർപ്പെടുത്തിയാൽ ഇടുക്കിയിലെ മനോഹരമായ ടൂറിസം കേന്ദ്രമായി അരുവിക്കുഴി മാറും. 2ാം ഘട്ട വികസന പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് ചെക്ക് ഡാമിന്റെ നിർമ്മാണം. പരിശീലനം പൂർത്തിയാക്കിയ 2279 സിവിൽ പോലീസ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ അഭിവാദ്യം ചെയ്തു. കേരളത്തിലെ വിവിധ പോലീസ് ബറ്റാലിയനുകളിൽ നിന്നുള്ള സിവിൽ പോലീസ് ഓഫീസർമാരാണ് തൃശൂർ കേരള പോലീസ് അക്കാദമിയിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയത്. ഐപിഎല്ലിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. രാത്രി 7:30-ന് അബുദാബിയിലാണ് മത്സരം. 10 പോയിന്റുമായി മുംബൈ 2ാം സ്ഥാനത്തും 8 പോയിന്റുമായി കൊൽക്കത്ത 4ാം സ്ഥാനത്തുമാണ്. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് ക്വാർട്ടർ ഫൈനലിൽ. കോപ്പൻഹേഗണിൽ നടക്കുന്ന ടൂർണമെന്റിൽ കാനഡയുടെ ജോൺസൺ ആന്റണി ഹോഷുവിനെയാണ് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയത്. ലോക 5ാം സീഡാണ് കിഡംബി ശ്രീകാന്ത്. അതേസമയം ഇന്ത്യയുടെ ലക്ഷ്യ സെൻ പ്രീ ക്വാർട്ടറിൽ ഡെൻമാർക്ക് താരമായ ഹാൻസ് ക്രിസ്ത്യാനോട് പരാജയപ്പെട്ടു. ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 255 പോയിന്റ് നേട്ടത്തിൽ 39,983-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 82 പോയിന്റ് ഉയർന്ന് 11,762-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഇന്ന് 7,283 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗമുക്തി നേടിയത് 6,767 പേർ. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 87.56%. മരണനിരക്ക് 1.52%. സ്വർണ്ണക്കടത്തു കേസിൽ മുഖ്യമന്ത്രി നിലപാട് മാറ്റുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ജോസ് കെ മാണിയുടെ ഇടതുമുന്നണി പ്രവേശനത്തെ സ്വാഗതം ചെയ്ത് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. ഐപിഎല്ലിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.